എന്ത് കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചില്ലായിരിക്കും ചിന്തിക്കുക, അങ്ങനെ വഴക്കൊന്നും പറയില്ല. പക്ഷെ ആസ് എ പാരന്റ് ഇതിൽ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വഴക്കൊന്നും പറയില്ല എന്നില്ല. അതേപ്പോ പറഞ്ഞു നമ്മള് ഒരു കാര്യം പറയുമ്പോ അവരുടേതായ പ്രായത്തിന്റെ ആവശ്യമുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ പിള്ളേരുടെ പ്രായത്തിലേക്ക് ചെല്ലാൻ പറ്റും. അപ്പൊ അതാണെങ്കിൽ ഓക്കെ, അത് ഇങ്ങനെയാണ് കാര്യങ്ങള് മോനെ, അത് ഇതാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, അതൊരു എക്സ്ട്രീം തെറ്റാണ് അവൻ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അത്രയ്ക്കും ബോധ്യം ഉണ്ടെങ്കിൽ മോനെ അത് ശരിയല്ല, അതിലേക്ക് നീ പോകരുത് അല്ലെങ്കിൽ ചെയ്യരുത്, അത് ചെയ്താൽ ഫൗൾ ഔട്ടോ എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ഇവര് വെറൈറ്റി കാര്യം എന്ന് പറഞ്ഞപ്പോ നമ്മളിപ്പോ ഒരു ബേസിക് കാര്യമായിരിക്കും, നമ്മള് സമ്മതിക്കും എന്ന് വെക്കുന്ന കാര്യം എന്തായാലും സമ്മതിക്കില്ല. ഉദാഹരണത്തിന് അല്ല ഉദാഹരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല അത് എന്റെ അപ്പച്ചനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഒട്ടും സമ്മതിക്കില്ല. ചിലപ്പോട്ടെ എന്തെങ്കിലും ചോദിച്ചേ പറഞ്ഞേക്കാന്ന് വെച്ചാൽ ഓക്കെ കുഴപ്പമില്ല ചെയ്തോന്ന് പറയും. അല്ലെങ്കിൽ നമ്മള് ഭയങ്കര എക്സ്പെക്ട് ആണ്, ഇത് എന്തായാലും സമ്മതിക്കും. അപ്പൊ നമ്മൾ ചിലപ്പോൾ തലേദിവസം എല്ലായിരിക്കും ചെന്ന് പറയണേ, ഇപ്പൊ ഭയങ്കര എക്സ്പെക്ടേഷൻ, എന്നാ അപ്പൊ നാളെ ഞാൻ ഇങ്ങനെ സ്ഥലത്തേക്ക് പോവാ, വേണ്ട അതിന്റെ ആവശ്യമില്ല, തീർന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോ കൂട്ടുകാരോട് പറയണം, എടാ നീ നാളെ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നീ വാ. അപ്പൊ ഞാൻ ഇങ്ങനെ സിറ്റുവേഷൻ ഒക്കെ നോക്കുള്ളൂ നമ്മള്, വലിയ കുഴപ്പമൊന്നുമില്ല പോവാ, ഞാൻ പറയടാ ഓക്കെ എന്ന് പറയാണ്. ഇപ്പൊ പിറ്റേ ദിവസം ഇറങ്ങാൻ സമയത്ത് പപ്പ ഞാൻ അങ്ങനെ പോവാണ്ടാ, കുഴപ്പമൊന്നുമില്ല, വേണ്ട നീ പോണ്ട, നമ്മള് പോണ്ടേ, വേണ്ട ഓക്കെ കുഴപ്പമില്ല. ഇതുപോലെ തന്നെ അടുത്ത ദിവസം സിറ്റുവേഷൻ മാച്ച് നമ്മൾ ഇടാ, ഞാൻ പഞ്ഞില്ലടാ, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ പോയതാ പഞ്ഞില്ല. അത് കഴിഞ്ഞ് പപ്പ ഇങ്ങനെ ഫോട്ടോസ് എല്ലാം കാണുമ്പോ ഇവരൊക്കെ പോയില്ലോ, നീ എന്താ പോയിട്ടിരുന്നേ, അതിപ്പോ കഴിഞ്ഞ ദിവസം പോണ്ടെന്ന് പറഞ്ഞു. അല്ല അത് തീർച്ചയായിട്ടും നമ്മൾ പോണം കൂട്ടുകാരോട്. എങ്ങനെ സാധിക്കുന്നത്? അല്ല ഇപ്പൊ റോണിത്തെ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് അത് ഭയങ്കരമായിട്ട് എന്റെ ചെറുപ്പത്തിലെ ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. നമ്മള് വലിയ കുറ്റമൊക്കെ ചെയ്ത് ഇവിടെ വരുമ്പോ അപ്പച്ചരിക്കുണ്ടാവും. അപ്പൊ നമ്മൾ ദൈവം എന്ന് പെട്ടു, എന്തായാലും പെടും. നിങ്ങൾ വന്ന ദിവസം അപ്പച്ചൻ ഒന്നും പറയില്ല. ആ സമയം ചില പേട്ട കാര്യങ്ങൾ ചെയ്തിട്ട് വരുമ്പോ അന്ന് ഭയങ്കര വഴുക്കും ഭയങ്കര ഇതൊക്കെ ആയിരിക്കും, അൺഎക്സ്പെക്ടഡ് ആയിരിക്കും അപ്പച്ചന്റെ. അത് നീ ഇപ്പൊ അത് പറഞ്ഞ സ്ഥലത്ത് ഞാൻ അതാ ആലോചിച്ചത്. പഴയ കാലത്തിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യണത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന റെസ്പോണ്ട് ചെയ്യാൻ ഞങ്ങള് നല്ലല്ലോ, ഞങ്ങളോടുള്ള റെസ്പോണ്ട് ചെയ്യും. പപ്പയോട് പറഞ്ഞു അമ്മ എങ്ങനെയാ ശരിക്കും സിറ്റുവേഷൻസിലൊക്കെ? അമ്മ എപ്പോഴും ഒരേ അല്ല, അവര് പറഞ്ഞിട്ട് രണ്ടുപേരും ഒരേ രീതിയാണ്. പക്ഷെ മമ്മിയുടെ കാര്യം നമുക്ക് കുറച്ചുകൂടി പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. പപ്പ ഈസ് അൺപ്രഡിക്റ്റബിൾ, അൺഎക്സ്പെക്ടഡ്. ആണോ അങ്ങനെയാണോ? ഞങ്ങളിപ്പോ ഇത് പറഞ്ഞോണ്ട് പറയാണ്, ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഞങ്ങളൊരു തീരുമാനം ഫൈനൽ പറയുന്നതിന് മുമ്പ് വി യൂസ് ടു ഡിസ്കസ്. ശരിയാ, ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ഇവരുടെ അടുത്ത് ചിലപ്പോ ഞങ്ങൾ പറയണത് വേറെ ഉത്തരവായിരിക്കും, പക്ഷെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോ യൂഷ്വലി ഇപ്പൊ ഞാൻ യൂഷ്വലി ശ്രദ്ധിച്ചാണ് കാര്യം, കൂട്ടുകാരുടെ വീട്ടിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അവര് അമ്മയോട് മാത്രം പറയും, പപ്പയോട് പറയില്ല. എന്റെ അപ്പൊ ചോദിക്കുമ്പോൾ പറയും അമ്മയോട് ചോദിച്ചിട്ടാ വന്നേ, അങ്ങനത്തെ ഇതിന്. പക്ഷെ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ കാര്യം ശ്രദ്ധിച്ചില്ല. മമ്മിയോട് എന്ന് പറയുമ്പോ അത് എന്തായാലും പപ്പ അറിയാൻ എന്തായാലും അറിയോ. ഇങ്ങനെ ഞാൻ ചില സ്ഥലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ പിള്ളേര് അപ്പയോട് മാത്രം വന്നിട്ട് വരും, മമ്മിയോട് മാത്രം. പക്ഷെ അവിടെ പക്ഷെ അങ്ങനെ പറയില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഒരു കാര്യം അറിഞ്ഞ എന്തായാലും രണ്ടുപേരും അറിയും, ഉറപ്പാ. ചില വീട്ടില് മമ്മി മോൻ പപ്പു മോൻ അങ്ങനെ ഉണ്ടാവില്ലേ? ശരിക്കും വീട്ടിലെങ്ങനെയാ? ഇവർ രണ്ടുപേരും അയലോകത്തെ വീട്ടിലെ മോൻ. ശരിക്കും എങ്ങനെയാ? മക്കളെ നിങ്ങൾ പൊക്കോടാ. അല്ലല്ലേ ഇവർക്ക് അങ്ങനെ പപ്പമോൻ മമ്മി മോനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പപ്പേനും മമ്മീനും ഇഷ്ടം അങ്ങനെയൊന്നുമില്ലല്ലോ? ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടമല്ലോ. രണ്ടുപേരും ഇഷ്ടമല്ലൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മള് രണ്ടുപേരുടെ ഇവര് പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ ആലോചിക്കായിരുന്നേ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു സ്ഥലത്ത് പോകണം. അപ്പൊ അവന്റെ വൈഫിനൊക്കെ ഞങ്ങളൊക്കെ വളരെ ഫ്രണ്ടാണ്, നിതയുടെ ഫ്രണ്ടാണ്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, എടാ നീ ഇങ്ങനെ, ഞാൻ വൈഫിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോളാം, നീ ഇങ്ങനെ പറഞ്ഞാൽ മതി വൈഫിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, വൈഫിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്തു, ചെയ്ത് ഞങ്ങൾ പോന്നു. ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അവൻ ആ വൈഫിനോട് ആ കാര്യം, അതിന്റെ റിയലായിട്ടുള്ള കാര്യം അവന്റെ വൈഫിനോട് പറഞ്ഞു. അപ്പൊ അവക്കത് ഞാൻ എന്തോ തെറ്റ് പറഞ്ഞു എന്നുള്ള രീതിയായി, ഞാൻ നുണ പറഞ്ഞു എന്നുള്ള രീതിയായി. ശരിക്കും അവക്കടെ വശത്ത് നോക്കുമ്പോൾ അവള് പറയണത് ശരിയാണ്, ഞാൻ നുണ പറഞ്ഞു. പക്ഷെ ഞാൻ എന്താ നുണ പറഞ്ഞേ? കെട്ടിയോ തന്നെ പറഞ്ഞു, ഈ ഭാര്യയുടെ അടുത്ത് നീ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞേക്കാണ് എന്നോട് പറഞ്ഞേക്കാണ്. അപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ പിന്നീട് ഇത് പറഞ്ഞു കഴിഞ്ഞ് വരുമ്പോഴുള്ള പ്രശ്നങ്ങളെ
അപ്പൊ അതൊരു വിഷമായി ലാസ്റ്റ്. അപ്പൊ ആക്ച്വലി അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവന്റെ വശത്ത് തെറ്റില്ല, ഈ വൈഫിനെ സംബന്ധിച്ച് വശത്ത് ചിന്തിക്കുമ്പോ അവരുടെ വശത്ത് തെറ്റില്ല. ഇനി എന്റെ വശത്ത് ചിന്തിക്കുമ്പോ എന്റെ വശത്ത് വല്ല തെറ്റുണ്ടോ? പക്ഷെ ഇത് എങ്ങനെ ഈ പ്രശ്നം സോൾവ് ചെയ്യും? എനിക്ക് പറയാൻ പറ്റുമോ വൈഫിനോട് ഞാൻ നിന്നോട് ഇവൻ പറഞ്ഞിട്ടാണ് ഞാനിത് പറഞ്ഞേ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ? അന്ന് ഞാൻ ഇവനോട് പറഞ്ഞുടാ വൈഫിനോട് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അവൻ ഇറ്റ്സ് ഓക്കേടാ, ഞാൻ എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ല അതൊരു ഒരു ഇഷ്യൂ ആയിരുന്നു, ഒരു വിഷമമായി ഉള്ളില്. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ വരുന്നത് വലിയ സങ്കടമല്ലേ. അപ്പൊ അതില് ഭേദം അങ്ങോട്ട് എല്ലാം തുറന്നു. അതിന് ഭേദം എല്ലാം അങ്ങോട്ട്. ഞാനിപ്പോ ഇവനത് പറഞ്ഞപ്പോഴാ ഓർത്തേന്ന്, ഞങ്ങള് വി യൂസ് ടു ഡിസ്കസ് തിങ്സ്. ഇപ്പൊ കോണ്ടന്റ് വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ വീഡിയോസ് വരുമ്പോൾ ഒരു വ്യൂ ഉണ്ട്, നമുക്കറിയാം ഈ നിങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു വീഡിയോന് ഇത്ര വ്യൂ ഉറപ്പായിരിക്കും. പക്ഷെ എനിക്ക് ഓണത്തിന് ഇട്ടൊരു വീഡിയോ എനിക്ക് 24 മണിക്കൂർ മുമ്പ് 30 മില്യൺ ആണ്, 30 മില്യൺ 50 മില്യൺ കൂടിയിട്ടുണ്ട്. ശരിക്കും അത് ആരുടെ ഐഡിയ ആയിരുന്നു? നിങ്ങളുടെ എല്ലാരും ഇവിടെ ചർച്ച ചെയ്ത് അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണോ അതോ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണോ? അതെ, ഞാൻ പറഞ്ഞ അത് ഞങ്ങൾ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ അല്ല, അത് ആ സമയത്ത് ഒരു ട്രെൻഡായിരുന്നു. അപ്പൊ ആ ട്രെൻഡില് ശരിക്കും ഇങ്ങനെ ഭാര്യ ഓടി വരുന്നു, ഒറ്റ കൈ കൊണ്ട് ഭർത്താവ് എടുത്ത് പൊക്കുന്നു, അതാണ് വീഡിയോ. അത് കുറച്ചും കൂടി ഒന്ന് മാറ്റി ഇങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞത് പ്രോമിയാണ്. അല്ല ഞാൻ പറഞ്ഞ എല്ലാരും സാധാരണ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പുതുമയില്ലല്ലോ. ഞാൻ പറഞ്ഞ ആദ്യം റിച്ചാർഡ് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് റിച്ചാർഡ് എടുക്കുമ്പോൾ കാണുമ്പോൾ റോണിത്തിന്, അപ്പൊ റോണിത്ത് പറയില്ലടാ മമ്മീനെ ഞാനിവിടെ നിൽക്കുമ്പോൾ നീ മമ്മീനെ എന്നുള്ള ചോദ്യമൊക്കെ അങ്ങനെ വന്ന് അതങ്ങനെ ചെയ്താൽ ഒരു പ്ലാൻ സാധനമല്ല. വേറൊരു ഷൂട്ടിന് നിൽക്കുമായിരുന്നു ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഓണത്തിന്റെ. അപ്പൊ വെറുതെ 2 ഫോട്ടോസ് ഓണത്തിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് എന്നാ വെറുതെ ആ റീലും കൂടെ അങ്ങോട്ട് എടുത്താലോ, വെറുതെ റീല് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. 24 hours 30 മില്യൺ വ്യൂസ് ആയിരുന്നു ആ സാധനം. ഭയങ്കര വ്യൂ ആയിരുന്നു. ഐഡിയാസ് ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ട് എല്ലാരും ഐഡിയ പറയല്ലോ, എല്ലാം കൂടി ഒരുമിച്ചിട്ട് നോക്കിയപ്പോ നല്ലൊരു റിസൾട്ട് ഉണ്ടായി. അല്ല ശരിക്കും അത് റീപോസ്റ്റ് ചെയ്ത ചില പേജുകൾ റീപോസ്റ്റ് ചെയ്തു, അതിന് വരെ 4 മില്യണും 5 മില്യണും വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ആൾക്കാർ അത് കണ്ടുകൊണ്ടേ എന്നോട് ചോദിക്കാണ് കൊച്ചൊക്കെ എടുക്കുവോ മമ്മീനെ എന്നൊക്കെ ചോദിക്കാണ്. ഞാൻ നോക്കുമ്പോ ഇവന്മാര് സിമ്പിളായിട്ടാ നോക്കണേ, ഞാനത് എടുത്തത് ആരും നോക്കണില്ല. ഞാൻ എടുത്ത് 5 മിനിറ്റ് ആയിട്ട് ഈ ശ്വാസം നേരെ വീണേ. എങ്ങനെയുണ്ടായി? അത്രയുണ്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ വേറെ ആരും എടുക്കാൻ പോരുത്തിട്ട് ഒരിക്കലും. ശരിക്കും ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഫാൻസ് ബേസ് ഉണ്ട് കൂടുതൽ. ഇപ്പൊക്കാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവരും മോളെ ചുമ്മാ പറഞ്ഞ ഉമ്മാരെ എന്നെ പൊക്കി വെക്കാൻ. ശരിക്കും ആർക്കാ ഫാൻസ് കൂടുതൽ? എന്തോ കാര്യം സാധിക്കാനുണ്ട് കാര്യമായിട്ട് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാ ശരിക്കും? അതെ, മറ്റേ ഇന്റർവ്യൂ അന്നത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ പിന്നെ എല്ലാരും കൂടുതൽ കേൾക്കുന്നത് വൈബ് തന്ത എവിടെ, വൈബ് തന്ത എവിടെ, ആ ഒരു ഇതാണ് എല്ലാരും യൂഷ്വലി ചോദിക്കാറ്. അതന്നെ എല്ലാരും യൂഷ്വലി അതാണ് ഫസ്റ്റ് ചോദിക്കാറ്. ഓ ഹേടാ നിന്റെ പപ്പൻ ഭയങ്കര കൂളടാ, നീ എങ്ങനെയാ ഇത്ര വൈബ് ലൈഫാണല്ലോ നിന്റെ? അപ്പൊ പണ്ടത്തെ ഒരു യൂത്തുള്ള പ്രോമിച്ചേറിന്റെ വൈബ് എത്രത്തോളം ഉണ്ട് ഇപ്പൊ ഈ വൈബ് ആണെങ്കിൽ? എന്നോട് ചോദിക്കും. കോളേജ് ലൈഫ് ഒക്കെ മാക്സിമം എൻജോയ്. ഞാൻ അതാ ദിവസം കോളേജിൽ പോയി പഠിച്ച അന്നത്തെ പുസ്തകം അന്ന് പഠിച്ച് ടീച്ചർമാരോട് ചോദിച്ചാൽ ഹോംവർക്ക് ചെയ്ത് ഞാൻ അങ്ങനെ അങ്ങനെ അത് വെച്ച് നോക്കുമ്പോ ഈ പിള്ളേര് രണ്ടുപേരും വളരെ മാന്യതയുള്ള പിള്ളേരാണ്. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പറയും ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ വീര കഥകൾ പറയണ്ട വീട്ടില്. അതെ, ഈ പിള്ളേര് കേട്ടിട്ട് ആ പിള്ളേര് നമ്മുടെ പാരന്റ്സ് ഒക്കെ എപ്പോഴും പഴയ കഥകൾ, സ്കൂളിൽ പോയ കഥകൾ, അവരുടെ ജീവിച്ച രീതി, അവരുടെ ഫേവറേറ്റ് സോങ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതൊക്കെ പറയാറുണ്ട്. പ്രോമി പറഞ്ഞു കൊടുക്കുമ്പോഴേ ഞാൻ പറയും ദൈവത്തെ ഓർത്ത് പറയരുത് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പറഞ്ഞ കഥ ഏതാ? അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഞാൻ പപ്പ ഡെയിലി കോളേജിൽ പോവും, പക്ഷെ പോവില്ല. ഓഹോ, ഓക്കെ. പപ്പ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ പപ്പ കോളേജില് എന്ന് വെച്ചാൽ ഒരു ദിവസം പോലും മര്യാദക്ക് പോയിട്ടില്ല. മര്യാദക്ക് കറക്റ്റ് ആയിട്ട് പോയിട്ടില്ല. അങ്ങനെയല്ലേ ഇവിടെ അപ്പൊ പറഞ്ഞ എന്റെ ഒരു ഓർമ്മയിൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ കോളേജിൽ പോയി അവിടെ എന്തോ ജനലുണ്ട്, അറ്റൻഡൻസ് കൊടുക്കും, ജനലിൽ കൂടെ ഇറങ്ങും. എന്നിട്ട് അല്ല ലൈക്ക് പിന്നെ എന്റെ ആന്റിമാരൊക്കെ പറഞ്ഞ പപ്പയുടെ സിസ്റ്റേഴ്സ് ഫസ്റ്റ് ഫ്ലോറിൽ തിരിച്ച് ആടും പപ്പ കഴിട്ടേക്ക്.
അതില്ലേ ഇറങ്ങി ചാടും. വിനോദം. രസം അന്ന് ഇങ്ങനെ എന്ത് നിക്കാല്ലേ, എനർജി ബാക്കി നിക്കാല്ലേ. പിന്നെ ഈ പറഞ്ഞ സംഭവമൊക്കെ എപ്പോഴും ഉള്ളതാ. ഈ അഴികളില്ലാത്ത ജനലാണ് കോളേജിന്. അപ്പൊ അറ്റൻഡൻസ് കുറച്ചെങ്കിലും വേണമല്ലോ നമുക്ക്, അല്ലെങ്കിൽ ഇവിടെ വീട്ടിലേക്കൊക്കെ അറിയിക്കും. അറ്റൻഡൻസ് എടുത്ത് കഴിയുമ്പോൾ പിറകിലെ ജനലിൽ കൂടെ ഞങ്ങൾ ചാടിപ്പോവും. അപ്പൊ ഇവരതിപ്പോ ആവർത്തിക്കുകയാണെങ്കിലോ? ഒരിക്കലും ചെയ്യരുത് മക്കളെ. അല്ല അത് നടക്കൂലല്ലോ. പോവാൻ ജനലുമില്ല. നമ്മള് നനങ്ങി ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ തീരുമാനങ്ങൾ ഇപ്പൊ എടുക്കും പെട്ടെന്ന് സ്കൂളിലേക്ക്. എന്റെ പൊന്നു മോളെ ഒരു ദിവസം ആബ്സെന്റ് ആയാല് അപ്പനും അമ്മയ്ക്കും മെസ്സേജ് വരും വെരി ഹാർഡ്. സ്കൂളിൽ നിന്ന്. കോളേജിൽ നിന്ന് അറ്റൻഡൻസ് ഇല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ. അവിടെ ഒന്നാമത് ചാടാൻ അവിടെ ജനലില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇത് എന്താന്ന് വെച്ചാൽ സിസ്റ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജ് ആയാലും എനിക്ക് ആർട്സ് കോളേജിലൊക്കെ ഇന്റേണൽ മാർക്സ് വന്നിട്ടുണ്ട്. പഴയ പോലെ ആർട്സ് കോളേജിൽ പണ്ട് അതൊന്നും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാൻ, ബാക്കി നമുക്ക് ഫൈനൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് എഴുതി എടുത്താൽ മതി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലായിടത്തും ഇന്റേണൽ മാർക്സ് ഉണ്ട്.